ഹബീബ് അസ്സലാമലൈക്കും. അബൂബക്കറാണ്. 2 ദിവസങ്ങൾക്ക് മുമ്പേ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിട്ട് നിന്നിരുന്നൊരു ചെറുപ്പക്കാരൻ ആക്സിഡൻറ്റിൽപ്പെട്ട് മരണപ്പെട്ടു. അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാട്ടോ. കൂട്ടത്തിലേ അയാൾ മരണപ്പെടുന്നതിന് മുമ്പ് അയാൾ ചെയ്ത പല വീഡിയോകൾ നമുക്ക് അയാളുടെ കണ്ടൻറ്റുകളോട് വിയോജിപ്പുകൾ ഉണ്ടാവാം, ആശയവും ആദർശത്തിനോടൊക്കെ വിയോജിപ്പുണ്ടാവാം. അതൊക്കെ ധാർമ്മികപരമായിട്ട് ആ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നതിന് പകരം വ്യക്തിപരമായിട്ട് അയാൾ അധിക്ഷേപിച്ച് ട്രോളിയും പരിഹസിച്ചും അയാളെ കുടുംബത്തെ വരെ വലിച്ചിഴച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ വീഡിയോകൾ ചെയ്ത കുറേ ആളുകളുണ്ടല്ലോ, അവരൊക്കെ ഇപ്പോൾ സഹതാപവുമായിട്ട് ക്ഷമാപണമായിട്ടൊക്കെ രംഗത്ത് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്ത് ഉപകാരമാണ് അതുകൊണ്ടുണ്ടായത്? അത്തരം ആളുകളോട് സ്നേഹത്തോടെ ചോദിക്കുകയാണ്. നിങ്ങൾ ക്ഷമ ചോദിക്കാൻ കാണിച്ച മനസ്സിനെ ഞാൻ വളരെ പോസിറ്റീവായിട്ട് കാണാം. അതോടൊപ്പം തന്നെ പറയാം, അത് അയാൾ മരിക്കുന്നതിന് മുമ്പാണെങ്കിൽ എത്ര മനോഹരമായിരുന്നു. നിങ്ങളെന്നെ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളൊരാളോട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്കൊന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പേഴ്സണലായിട്ട് വിളിച്ച് അയാളെ ക്ഷമാപണം ചോദിക്കുകയാണെങ്കിൽ അയാളത് പൊരുത്തപ്പെട്ടിട്ടാണ്, അയാളും ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്. അല്ല ഐശോ, നമ്മളൊരാളെ കുറ്റം പറയാൻ പാടുണ്ടോ? ഇല്ല. ഐശുവിനാണ് ആ അഭിപ്രായം തന്നെയാണല്ലേ. അതുകൊണ്ട് ചേർത്ത് വെച്ച് തന്നെ പറയാട്ടോ, പ്രത്യേകിച്ച് വിശ്വാസികളോട് പറയാണ്, ഇത് പാപമോചനത്തിൻ്റെ പത്താണ്. പടച്ചോൻ തൗബ സ്വീകരിക്കണമെങ്കിൽ അതിൽ പ്രധാനപ്പെട്ടൊരു മാനദണ്ഡം എന്താ വെച്ചാൽ, വ്യക്തിപരമായിട്ട് നമ്മൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അയാൾ പൊരുത്തപ്പെട്ട് തരണം, അല്ലെങ്കിൽ നമ്മളെ തൗബ സ്വീകരിച്ചില്ല എന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ എന്നൊക്കെ പറയും, ഇന്നല്ലെങ്കിൽ നാളെ എന്നല്ല, മുകളിലേക്ക് എടുത്തൊരു ശ്വാസം ഉണ്ടല്ലോ, അത് താഴേക്ക് പോകുമെന്ന് ഒരു ഉറപ്പില്ലാത്ത ദുർബലനാണ് ഞാനും നിങ്ങളൊക്കെ. എനിക്ക് വളരെ അഭിമാനത്തോടെ പറയാൻ കഴിയും കേട്ടോ, ഞാൻ ഇതുവരെയായിട്ട് ഒരാളെയും ട്രോളിയിട്ടില്ല, അങ്ങനെ തേജോധം ചെയ്തിട്ടില്ല. എനിക്ക് വളരെ അഭിമാനത്തോടെ പറയാൻ കഴിയും. അതുപോലെ നമുക്ക് എല്ലാവർക്കും പറയാൻ കഴിയും. അതുകൊണ്ട് ഈച്ചകൾക്കൊരു സ്വഭാവമുണ്ട്, ആ ഈച്ചകളുടെ സ്വഭാവം നമ്മൾ ആരും എടുക്കാൻ പാടില്ല. അത് വേണ്ടാത്തതിൽ പോയിട്ട് നല്ല ആളുകളിലേക്ക് വരെ ഈ വേണ്ടാത്തത് കൊണ്ട് എത്തിക്കും. തേനീച്ചകൾക്ക് നല്ലൊരു സ്വഭാവമുണ്ട്, അത് നല്ലത് എവിടെന്നെങ്കിലൊക്കെ ഇങ്ങനെ ഒപ്പിയെടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും, അത് വേണ്ടവർക്കൊക്കെ മധുരം നുകരുകയും ചെയ്യും. അപ്പോൾ ഈച്ചകളാകാതിരിക്കുക, തേനീച്ചകളാവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുകയും ചെയ്യുക. അസ്സലാമു അലൈക്കും. വീണ്ടും വരാം.